കേരളത്തിൽ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതിന്റെ പ്രോസസ്സ് ഹൈക്കമാൻഡ് അതിന്റെ അവസാന ഘട്ടത്തിൽ കടക്കുകയാണ്. ഇന്നോ നാളെയോ അത് സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടാകും. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ബഹളങ്ങളിലും കോലാഹലങ്ങളിലൊന്നും വലിയ അർത്ഥം ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. കാരണം പലപ്പോഴും ഇത്തരത്തിലുള്ള പല ചർച്ചകളും ഉണ്ടായിട്ട് ഇപ്പോൾ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വന്നത്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഒരു സീറ്റിൽ പോലും കോൺഗ്രസ് മത്സരിച്ച ഒരു സീറ്റിൽ പോലും UDF മത്സരിച്ച ഒരു സീറ്റിൽ പോലും ട്രിപ്പിൾ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. എന്നാൽ CPM-ൽ നിന്നും 7ഓളം പേർ ആ പാർട്ടി വിട്ട് പുറത്തു വന്ന് CPM-നെതിരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയും മത്സരിക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കാണപ്പെടുന്ന ചർച്ചകളിലോ ബഹളങ്ങളിലോ ഒന്നും ഒരു പ്രസക്തി ഞങ്ങൾ കാണുന്നില്ല. MLA-മാരുടെ എണ്ണമാണോ അതോ മറ്റെന്തെങ്കിലും ഘടകങ്ങളാണോ ഈ മുഖ്യമന്ത്രിയാക്കാൻ പരിഗണിക്കേണ്ടത്? സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തന്നെ മുഖ്യമന്ത്രി ആരെ എന്ന ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്ന പതിവ് കോൺഗ്രസിനില്ല. ജയിച്ചു വരുന്ന MLA-മാരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം പരിഗണിച്ചുകൊണ്ട് ഹൈക്കമാൻഡാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. സ്വാഭാവികമായും MLA-മാരുടെ എണ്ണത്തിന് വലിയ പരിഗണന കൊടുക്കും. അതോടൊപ്പം തന്നെ ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾ MLA-മാർ അല്ലെ നേതാക്കന്മാർ അവരുടെ ഇന്നലകളിലെ പ്രവർത്തനങ്ങളും അവരുടെ പരിചയസമ്പത്തും അവരുടെ സീനിയോറിറ്റിയും ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അതിനേക്കാൾ ഉപരിയായി നമുക്കറിയാം സൌത്ത് ഇന്ത്യയിൽ BJP-യുടെ ഒരു വലിയ കടന്നുകയറ്റത്തിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളം പോലെയുള്ള ഒരു സ്റ്റേറ്റിൽ കരുത്തനായ ദക്ഷിണേന്ത്യയിലെ ഈ ഫാസിസ്റ്റ് കടന്നുകയറ്റത്തെ തന്നെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു നേതാവ് തീർച്ചയായും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് കടന്നു വരണമെന്നുള്ളതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. ചില പ്രവണതകൾ കണ്ടിരുന്നു. അതായത് ഇന്നലെ KC വേണുഗോപാലിന്റെ പോസ്റ്റർ കീറിയപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പടവും കൂടി വലിച്ചു കീറുന്ന ഒരു ഇത് കണ്ട് ഒത്തിരി പേര് വലിയ പ്രതിഷേധമൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അതേക്കുറിച്ച് എന്താണ്? അങ്ങേയറ്റം വേദനാജനകമായ സംഭവമാണ്. ഒരുപക്ഷെ അതൊരു കോൺഗ്രസ് സംസ്കാരത്തിന് യോജിക്കുന്നതല്ല. കോൺഗ്രസ്സുകാരെന്ന് പറയും. ഇപ്പോൾ ചാണ്ടിമൻ തന്നെ പ്രതികരിച്ചു. ഇത് പറഞ്ഞെന്താണ്, എന്റെ അപ്പയുടെ ഫ്ലെക്സ് കത്തിച്ച സംഭവം അതെനിക്ക് വളരെ വേദനയുണ്ടാക്കി. അവരെ കോൺഗ്രസ്സുകാരാണെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. കാരണം ഉമ്മൻചാണ്ടി സാറിന്റെ ഫ്ലെക്സ് കത്തിക്കുന്ന അദ്ദേഹത്തിന്റെ ചിത്രം പോലും കത്തിക്കുന്ന മാനസികാവസ്ഥയിലുള്ളവരെ കോൺഗ്രസ്സുകാരായി കാണാൻ കഴിയില്ല എന്നാണ് ചാണ്ടിയുമ്മൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഒട്ടും ഗുണകരമായ ഒരു പ്രവണതയല്ല. ഇത്തരം പ്രവണതകളെ ശക്തമായ നടപടിയിലൂടെ ഒഴിവാക്കുവാനും ഇത്തരം നടപടികളെ അവസാനിപ്പിക്കുവാനുമുള്ള നിലപാടാണ് പാർട്ടി നേതൃത്വം സ്വീകരിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും അവകാശവാദം ഉന്നയിച്ചുകൊണ്ടോ ആവശ്യം ഉന്നയിച്ചുകൊണ്ടോ ഇത്തരത്തിൽ വില കുറഞ്ഞ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അവരെ തള്ളിപ്പറയുവാനും ബന്ധപ്പെട്ട നേതൃത്വം തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന മുഖ്യമന്ത്രിയാവും. കോൺഗ്രസ് ഹൈക്കമാൻഡാണല്ലോ. MLA-മാരുടെ എണ്ണത്തെ സംബന്ധിച്ചൊക്കെ നിങ്ങൾക്ക് തന്നെ കൃത്യമായ ചില അറിവും നിങ്ങൾ തന്നെ കുറെ ദിവസമായി പറയുന്നുമുണ്ട്. അപ്പൊ അതൊരു മാനദണ്ഡമാണ്. അതോടൊപ്പം തന്നെ മറ്റ് ഘടകങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. ദേശീയ രാഷ്ട്രീയത്തിലും കേരളത്തിലും സ്വാധീനമുള്ള ഒരു നേതാവ് മുഖ്യമന്ത്രിയായിട്ട് വരിക. സോഷ്യൽ മീഡിയയും തെരുവിലെ സമരങ്ങളുമല്ല മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിന്റെ മാനദണ്ഡം. പിന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന പ്രൊഫൈലുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പലതും മുഖമില്ലാത്ത പ്രൊഫൈലുകളാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ലോക്ക് ചെയ്ത പ്രൊഫൈലുകളാണ്. അപ്പോൾ അതിൽ പകുതിയിലേറെ പോലും ജെനുവിനാണെന്ന് നമുക്കറിയാം. നിങ്ങൾക്കൊക്കെ തന്നെ ബുദ്ധിമുണ്ട്. അപ്പോൾ അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകളൊന്നും ഒരിക്കലും കോൺഗ്രസിന്റെ തീരുമാനത്തെ പാർട്ടിയുടെ തീരുമാനത്തെ ബാധിക്കുന്ന ഒന്നല്ല. കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരു നേതാവ് മുഖ്യമന്ത്രിയായിട്ട് വരുമെന്ന് തോന്നുന്നുണ്ടോ കേരളത്തില്? പിന്നെ ആര് വരാൻ? ഈ പറയപ്പെടുന്ന പേരുകളെല്ലാം തന്നെ കോൺഗ്രസിന്റെ പാരമ്പര്യമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരല്ലേ. അതിനകത്തിൽ ആർക്കും ഒരു സംശയത്തിന് കാര്യമല്ലോ. കോൺഗ്രസ് പാരമ്പര്യമുള്ളവരല്ലാതെ പിന്നെ ആര് വരാനാണ്? അക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് ഹൈക്കമാൻഡാണ്. അതുകൊണ്ട് അത്തരം ഒരു ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞത് ശരിയല്ല. എങ്കിൽ പോലും പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം പോലെ തന്നെയാവും ഒരു മുഖ്യമന്ത്രി പദവിയിലെയും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഹൈക്കമാൻഡിനും കേരളത്തിനും സ്വീകാര്യമായിട്ടുള്ള ഒരു നേതാവായിരിക്കാം മുഖ്യമന്ത്രിയാകുക. അങ്ങനെ രണ്ടുപേർക്കും ഒരുമിച്ചാണല്ലോ തീരുമാനം എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ കേരളത്തിലെ നേതൃത്വം ഡൽഹിയിലുണ്ട്. അവരുമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും.